Hello friends, welcome back to Anu's Kitchen World. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചിക്കൻ ഫ്രൈ അല്ലെന്ന് വിചാരിക്കാൻ വരട്ടെ. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലൊരു സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരിക്കലെങ്കിലും ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ആ സീക്രട്ട് റെസിപ്പി ഒന്ന് കാണാം. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാൻ നോക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നന്നായി ചതച്ചെടുത്തതാണ്, അതുകൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം. 2 നാരങ്ങയുടെ നീരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 3/4 ഭാഗത്തോളം നീര് നമ്മൾക്ക് ഈ സമയത്ത് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ, അതല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഈ സമയത്ത് ചേർക്കാം. പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് ഈ പൊടികളെല്ലാം കുഴച്ചെടുക്കാൻ പറ്റും. പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പൊടികളെല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടിയും ചിക്കനും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ പൊടികളെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് സ്ലൈസ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് യോജിക്കുന്നതിനോടൊപ്പം തന്നെ ചതയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവസാനം ചേർത്ത് കൊടുത്തിട്ട് അധികം ഹാർഡല്ലാത്ത രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ എത്രയും വേഗം ഇതിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. 1/2 മണിക്കൂർ മാക്സിമം വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർക്കാം. തേങ്ങാപ്പീരയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച നാരങ്ങാനീര് ബാക്കിയുള്ള ഇതിലേക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും പൊടികളും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ വറന്ന് കിട്ടുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മറ്റുള്ള എണ്ണകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ കറിവേപ്പിലയുടെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങും. ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ നമ്മൾക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ കരിയാതെ നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. തേങ്ങാപ്പീരയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ വറുത്ത തേങ്ങയും ചിക്കൻ്റെ പീസും കൂടി ഒരുമിച്ച് വേണം കഴിക്കാൻ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ.
നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുകയും വേണം. പിന്നെ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.